സായി വേദവാഹിനിയുടെ ആഭിമുഖ്യത്തിൽ വേദപാഠം നടന്നു. ഈ 20ാം വാർഷിക ദിനത്തിൽ നമ്മൾ അല്പസമയം ഒത്തുചേരുകയാണ്. പ്രത്യേകിച്ചൊരു വിഷയത്തെ അധികരിച്ചുള്ള പ്രഭാഷണമൊന്നും ഉദ്ദേശിക്കുന്നില്ല. അല്പം എന്തെങ്കിലും പറയാം. ഈ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതിവർഷം ഒത്തുചേരുമ്പോൾ പലപ്പോഴും പറഞ്ഞത് തന്നെയാവും പറയാനുണ്ടാവുക, കേട്ടത് തന്നെയാവും കേൾക്കാനുണ്ടാവുക. അത് നമ്മളിൽ ആശയത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനുതകുമെങ്കിൽ നന്നായി. പറഞ്ഞതിൻ്റെ താല്പര്യം കാവ്യ നാടക സാഹിത്യാദികളിൽ വിദ്വാൻമാരുടെ അഭിപ്രായ പ്രകാരം ആവർത്തനം ദോഷമാണ്. കാവ്യത്തിലായാലും നാടകത്തിലായാലും മറ്റേത് കവന രൂപങ്ങളിലായാലും ആവർത്തനം ദോഷമാണ്. എന്നാൽ വേദാന്തത്തിൽ, ശാസ്ത്ര സ്വാധ്യായത്തിൽ, കേവലം വേദാന്തത്തിലല്ല, ശാസ്ത്ര സ്വാധ്യായത്തിൽ ആവർത്തനം ദോഷമല്ലെന്ന് മാത്രമല്ല, ഭൂഷണമാണ്. വേദപാഠം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവർത്തിച്ചാണ് പഠിക്കുന്നത്. അതുപോലെ ശാസ്ത്രവിചാരം നമ്മളിൽ ദൃഢമായി ഉറയ്ക്കാൻ അവിടെ ആവൃത്തിയാണ് മാർഗം. ആവർത്തിച്ചുള്ള സ്വാധ്യായം, അതുപോലെ അസകൃത് പലപ്പോഴായിട്ടുള്ള ഉപദേശം. പറഞ്ഞത് തന്നെ പറയുക, കേട്ടത് തന്നെ കേൾക്കുക. അപ്പം അത് കുഴപ്പമില്ല. അതുപോലെ അവിടെ വാർഷികത്തിന് നമ്മൾ ഒത്തുചേർന്ന് എല്ലാ കൊല്ലവും വാർഷികത്തിന് പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒന്നാവുമ്പം പറഞ്ഞാൽ തന്നെ പറയുക, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യും? ഏതായാലും ശങ്കരാശ്രമത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 20 വർഷങ്ങൾ പരമാനന്ദ സ്വാമി വളരെ വ്യാപകമായി, ശക്തമായി, അവിശ്രമം നമ്മുടെ സമാജത്തിൽ ധർമ്മ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ശാരീരികമായി പല പ്രശ്നങ്ങളും നിരന്തരം വന്നപ്പോഴും തൻ്റെ സ്വാധ്യായ പ്രവചനങ്ങൾക്ക് ഒരു ഭംഗവും വരുത്താതെ ഈ സമാജത്തിലുടനീളം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനു വേണ്ടിയാണോ ആശ്രമം സ്ഥാപിക്കപ്പെട്ടത്, ആ ഒരു ധർമ്മ നിർവഹണത്തിൽ ഈ ആശ്രമം തീർച്ചയായിട്ടും വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്, വിജയിച്ചിട്ടുണ്ട്. അതിൽ നമ്മളൊക്കെ സന്തുഷ്ടരാണ്. വാസ്തവത്തിൽ ഇത് അത്തരമൊരു സന്തോഷത്തിൻ്റെ ഒത്തുചേരലുമാണ്. നമ്മൾ വൈദികമായ യതിചര്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ചില ഉപനിഷത്തുക്കളിൽ, ഉദാഹരണം സന്യാസോപനിഷത്ത്, പരിവ്രാജകോപനിഷത്ത്, പരമഹംസോപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ പരമഹംസോപനിഷത്തിന് പരമഹംസ പരിവ്രാജകോപനിഷത്തെന്നും പേരുണ്ട്. പരിവ്രാജകോപനിഷത്തിന് നാരദ പരിവ്രാജകോപനിഷത്തെന്ന് പേരുണ്ട്. സന്യാസോപനിഷത്ത് അപ്രകാരം തന്നെയാണ്. അതുപോലെ
പുരാണങ്ങളിൽ നമ്മൾ കാണുന്ന യതിചര്യ. അപ്പോൾ ഔപനിഷദവും പൗരാണികവുമായ യതിചര്യ നോക്കിക്കഴിഞ്ഞാൽ മഠം, ആശ്രമം തുടങ്ങിയ സങ്കല്പങ്ങളൊന്നും നമുക്ക് കാണാനില്ല. മറിച്ച് അവിടെ നിത്യം നിരന്തരം സഞ്ചരിക്കുന്ന ശീലമാണ് സന്യാസിമാർക്ക്. ഒരു ഭാഗത്ത് ഭിക്ഷാടനം, ശരീരധാരണാർത്ഥം, അത് ശരീരധാരണാർത്ഥമാണ്. അധികം ന്യൂനം, കുറവുമല്ല കൂടുതലുമല്ല. ശാപ്പാട് കുറേ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കുറേ വാരി വലിച്ച് കഴിക്കാൻ വിധിയില്ല. കിട്ടിക്കഴിഞ്ഞ അളവ് കുറയ്ക്കാനും വിധിയില്ല. ആവശ്യമുള്ള രീതിയിൽ ദേഹത്തെ പരിപാലിക്കാൻ വേണ്ടി ഭിക്ഷാടനവും അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി ആശയപ്രചരണവും. അങ്ങനെ നിത്യം സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും വാസയോഗ്യമാണെന്ന് ബോധിക്കുന്ന സ്ഥാനത്ത് താമസിച്ചോളുക. അത് വൃക്ഷമൂലമാകാം, മരച്ചുമട്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രഭൂമികളാവാം, അല്ലെങ്കിൽ താമസിക്കാൻ യോഗ്യമായ പൊതുസ്ഥലങ്ങൾ. ക്ഷേത്രത്തിൽ ഒരു രാത്രി, ഒരു തീർത്ഥത്തിൽ 3 രാത്രി, ചില സ്ഥലങ്ങളിൽ 5 രാത്രി എന്നും പറഞ്ഞിട്ടുണ്ട്. നഗരത്തിൽ 5 രാത്രി അഥവാ 7 രാത്രി, അതിൽ കൂടുതൽ വിധിയില്ല. അങ്ങനെ സഞ്ചരിക്കുകയാണ്. തോരാതെ മഴ പെയ്യുന്ന ചാതുർമാസ്യ കാലത്ത് നമുക്കെല്ലാം അറിയാം അങ്ങനെ സഞ്ചരിക്കാൻ പറ്റില്ല. സഞ്ചരിച്ചാൽ അയാൾക്കും ഉപദ്രവം, സമാജത്തിനും ഉപദ്രവം. അയാൾക്ക് ഉപദ്രവമാണ്. പനിയൊക്കെ പിടിച്ച് വയ്യാതായി. അങ്ങനെ സന്യാസിക്ക് ശാരീരിക ക്ലേശം വന്നാൽ ഉപദ്രവാർക്കാ? സമാജത്തിന്. അപ്പോൾ 2 കൂട്ടർക്കും ഉപദ്രവ. അതുകൊണ്ട് തോരാതെ മഴ പെയ്യുന്ന 4 മാസം എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി താമസിച്ചോളൂ പറഞ്ഞു. ചാതുർമാസ്യം. മറ്റ്8 മാസവും സഞ്ചാരം. ഇതിൽ ഈ സമാജത്തിന് ദോഷം വരരുതെന്നുള്ള സങ്കല്പം ഉടനീളം ആചാര്യന്മാർക്കുണ്ട്. അതുകൊണ്ടല്ലേന്ന് സംശയം തോന്നുകയാണ്. യതിചര്യകളിൽ പ്രത്യേകിച്ച് നിയമം ആവർത്തിച്ച് പറയുന്നുണ്ട്, മരം കയറരുതെന്ന്. വൃക്ഷം ആരോഹയേതെന്ന് സന്യാസിയുടെ അടിസ്ഥാന വിധികളിൽപ്പെട്ടതാണ്. മരം കയറാൻ പാടില്ല. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എന്താ ഇപ്പം മരം കയറിയാൽ? മരം കയറി ഉരുണ്ട് പറഞ്ഞ് വീണെല്ല് പൊട്ടിയാൽ ആർക്കാ ഉപദ്രവം? നിന്നെ തീറ്റിപ്പോറ്റേണ്ടത് തന്നെ സമൂഹമാണ്. ഇനി എല്ലും കൂടി പൊട്ടിയിട്ട് അതും സമൂഹം നോക്കണ്ടേ? അതുകൊണ്ട് മരം കയറണ്ടെന്ന് വിധിച്ചതായിരിക്കാം. അറിയില്ല കേട്ടോ, ഊഹിക്കുകയാണ്. ആർക്കെങ്കിലും അതിൽ ഭിന്നാഭിപ്രായം പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. വൃക്ഷം ആരോഹയത്. വീണവരല്ല, അതതിൻ്റെ വ്യാഖ്യാനാണ്. നല്ല വ്യാഖ്യാനാണ്. വീണമരത്തിൽ ഓടിക്കയറരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ താത്വികാർത്ഥം വളരെ വലുതാണ്, വളരെ വലുതാണ്. ധർമ്മബോധത്തിൻ്റെ വളരെ ഉയർന്ന തലമാണത്. വീണമരത്തിൽ ഓടിക്കയറരുതെന്ന്. ഇത് വീണമരമല്ല, എന്നാൽ വൃക്ഷം ആരോഹയെന്ന് തന്നെയാണ് പറഞ്ഞത്. മരത്തിൽ കയറരുതെന്ന്. കാരണം ഉരുണ്ട് പറഞ്ഞ് വീണ സമൂഹത്തിനല്ലേ കുഴപ്പം. ഇത് കണ്ടിട്ട് മരം കയറുന്ന സ്വാമിമാരായിരുന്നു സ്വാമിമാരല്ലെന്നൊന്നും പറഞ്ഞേക്കരുതേ. ഏത് മരത്തിൻ്റെ നെറുകയിലും കയറുന്ന സ്വാമിമാരുണ്ട്. അത് വേറെ വിഷയം. നമ്മൾ ഔപനിഷദമായ വിധിയാണ് പറയുന്നത്. ഏതായാലും
ഇങ്ങനെ 8 മാസം സഞ്ചാരവും 4 മാസം വാസവുമായി കഴിഞ്ഞിരുന്ന യതിചര്യയിൽ മാറ്റം വരുത്തുന്നത് ഭഗവാൻ ഭാഷ്യകാരനാണ്, ശങ്കരാചാര്യസ്വാമികൾ. ഭഗവാൻ ഭാഷ്യകാരൻ്റെ കാലത്തിന് മുമ്പ് സനാതന ധർമ്മത്തിലെ നവീകരണ പ്രസ്ഥാനമായി ഉടലെടുത്ത ബൗദ്ധം പിൽക്കാലത്ത് പല കൈവഴികളായി പിരിഞ്ഞു.